നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. മുപ്ലിയത്ത് പിടികൂടിയത് മ്ലാവിറച്ചി അല്ലെന്ന് തെളിഞ്ഞു. ചുമട്ടുതൊഴിലാളി ജയിലിൽ കിടന്നത് 35 ദിവസം. ലോകത്തിന് മുന്നിൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനകരമായ മാതൃകകളിൽ ഏറ്റവും വിശിഷ്ടമായ ഒന്നായി കുടുംബശ്രീ മാറിയിരിക്കുന്നുവെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കൊടകര മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊടകര ജനമൈത്രി പോലീസിന് പഠനോപകരണങ്ങൾ കൈമാറി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PK കുഞ്ചച്ചൻ ദിനാചരണം നടത്തി. മാളയിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം. വാർത്തകൾ വിശദമായി. മുപ്ലിയത്ത് പിടികൂടിയത് മ്ലാവിറച്ചി അല്ലെന്ന് തെളിഞ്ഞു. ചുമട്ടുതൊഴിലാളി ജയിലിൽ കിടന്നത് 35 ദിവസം. മ്ലാവിറച്ചി എന്ന പേരിൽ തൃശൂർ മുപ്ലിയത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് പോത്തിറച്ചി. കേസിൽ അകപ്പെട്ടതോടെ 35 ദിവസമാണ് 2 പേർ ജയിലിൽ കിടന്നത്. ചാലക്കുടി മേച്ചിറ സ്വദേശിയും ചുമട്ടുതൊഴിലാളിയുമായ സുജേഷാണ് സുഹൃത്ത് ജോബിക്കൊപ്പം കേസിൽ അകപ്പെട്ടത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് മ്ലാവിറച്ചി കഴിച്ചെന്ന് പറഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. 35 ദിവസം ജയിലിൽ കിടന്നതിന് പിന്നാലെ ഹൈക്കോടതി ഇരുവർക്കും ജാമ്യം അനുവദിക്കുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് സുജേഷിന്റെ ജീവിതം തകർന്നത്. അറസ്റ്റിലായ ശേഷം സുജേഷിന്റെ ജീവിതം കീഴ്മേൽ മറഞ്ഞു. ഭാര്യ വിവാഹമോചനം നേടി. 2 മക്കളുണ്ട് ഇവർക്ക്. അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായ സുജേഷിന്റെ ജീവിതം കള്ളക്കേസിൽ കുടുങ്ങിയതോടെ പ്രതിസന്ധിയിലായി. വൈകാതെ ഇവരിൽ നിന്ന് പിടികൂടിയത് മ്ലാവിറച്ചിയല്ലെന്ന് ഫോറൻസിക് ലാബിൽ നിന്നുള്ള ഫലം വന്നു. മ്ലാവിറച്ചിയാണെന്നാണ് വനംവകുപ്പ് പറഞ്ഞത്. പരിശോധനാ ഫലം വന്നപ്പോൾ പോത്തിറച്ചിയാണ്. 35 ദിവസം ജയിലിൽ കിടന്നു. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇന്നും വനംവകുപ്പ് ഓഫീസിലെത്തി ഒപ്പിട്ടു. ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി ആലോചിക്കുന്നുണ്ട്. അത്രമാത്രം അനുഭവിച്ചുവെന്നും സുജേഷ് പറഞ്ഞു. എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ജോബിനെ കാണിച്ചു. അറിയുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അറിയും. പിന്നെ ഇറച്ചി പിടിച്ചിട്ടുണ്ട്, ഇത് കാട്ടിറച്ചിയാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇത് കാട്ടിറച്ചിയല്ല, ഇത് പോത്തിറച്ചിയാണ്. ഇത് ഞാൻ കൊടുത്താണ്, 20 ദിവസം മുന്നേ കൊടുത്തതാണ്. 20 ദിവസം അവന് ഇവിടെ ഇല്ല, ഇവൻ്റെ വീട്ടിലില്ലാത്തതുകൊണ്ട് ആ ഫ്രീസറിൽ വെച്ച് പോയതാണ്. മഞ്ഞപ്പൊടി ഉപ്പിട്ട് വെച്ചിട്ട് പോയതാണ്, ചീത്തയാവാൻ വേണ്ടിക്കാൻ. കാരണം കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീത്തയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതോടെ അങ്ങനെ ചെയ്തു വെച്ചതാണ്. മഞ്ഞപ്പൊടി എന്തുകൊണ്ട് ഇട്ടെന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞു അതിനൊക്കെ ഞങ്ങൾക്ക് അറിയാം, കാട്ടിറച്ചിയാണോ നാട്ടിറച്ചിയാണോ എന്ന് നീ ഞങ്ങളെ പിടിപ്പിക്കണ്ട, നീ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിക്കാൻ പറഞ്ഞ് ജോബിനെ മാറ്റിയിരുത്തി എന്നെ വേറെ റൂമിലേക്ക് കൊണ്ടുപോയി പറയാൻ പറഞ്ഞു. നമുക്ക് എന്താ പറയുക, സത്യമല്ലേ പറയാൻ പറ്റുള്ളൂ, നമുക്ക് ഇല്ലാത്ത കാര്യം പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ശാരീരികമായിട്ട് നന്നായിട്ട് ശാരീരികമായിട്ട് നന്നായിട്ട് നല്ലവണ്ണം തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ലോകത്തിന് മുന്നിൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനകരമായ മാതൃകകളിൽ ഏറ്റവും വിശിഷ്ടമായ ഒന്നായി കുടുംബശ്രീ മാറിയിരിക്കുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കുടുംബശ്രീ 27ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മുരിയാട് പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സമൂഹത്തിൽ സ്ത്രീകളുടെ ദൃശ്യതയും സാന്നിധ്യവും അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന കുടുംബശ്രീ കേരളത്തിന് അഭിമാനമാണെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും താഴെത്തട്ടിലുള്ള സ്ത്രീകൾക്കുൾപ്പെടെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ കുടുംബശ്രീ മുൻകൈയെടുത്തു. കേരളത്തിലെ ക്ഷേമ പരിപാടികളുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കുടുംബശ്രീ ഇന്ന് അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ SC നിർമ്മൽ എന്നിവർ മുഖ്യാതിഥികളായി.
പഞ്ചായത്ത് CDS മെമ്പർ സെക്രട്ടറി PB ജോഷി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, CDS ചെയർപേഴ്സൺ സുനിത രവി, സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ മിനി സത്യൻ, ME ഉപസമിതി കൺവീനർ സുജാത സുരേഷ്, അടിസ്ഥാന ഉപസമിതി കൺവീനർ ഗീത ശ്രീനിവാസൻ, CDS അംഗങ്ങൾ, വാർഡ് മെമ്പർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ പരിധിയിലുള്ള നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനോടനുബന്ധിച്ച് കൊടകര മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊടകര ജനമൈത്രി പോലീസിന് പഠനോപകരണങ്ങൾ കൈമാറി. കൊടകര സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി ജോസഫ്, ജനറൽ സെക്രട്ടറി ബാബു ജോർജ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് സിൻഡോ പുതുമ എന്നിവർ ചേർന്ന് കൊടകര SHO PK ദാസിന് ഇത് കൈമാറി. കൊടകര പോലീസ് ഓഫീസർമാരായ ഷീബ, സജു, ബേബി, അജി എന്നിവർ സന്നിഹിതരായിരുന്നു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PK കുഞ്ഞച്ചൻ ദിനാചരണം നടത്തി. നന്ദിക്കരയിൽ നടത്തിയ ദിനാചരണം KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം വർഗീസ് കണ്ടംകുളത്തി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. നേതാക്കളായ PK കൃഷ്ണൻകുട്ടി, TR ലാലു, സ്വപ്ന സത്യൻ, PV കുമാരൻ എന്നിവർ സംസാരിച്ചു. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന മിനി വാനിന് പുറകിൽ ലോറി ഇടിച്ചുകയറി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് പോവുകയായിരുന്ന മിനി വാനിന് പുറകിൽ നിയന്ത്രണം വിട്ട ലോറി ഇടിക്കുകയായിരുന്നു. അങ്കമാലിയിൽ നിന്നും പട്ടിക്കാട് പോവുകയായിരുന്നു ലോറി. ആർക്കും പരിക്കില്ല. ലോറി റോഡിന് കുറുകെ കിടന്നത് ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. ഗതാഗത കുരുക്കിൽപ്പെട്ട ടോറസ് ലോറി മുൻപിലുണ്ടായിരുന്ന കാറിലിടിച്ച് അപകടം സംഭവിച്ചിരുന്നു. ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മാളയിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം. അഷ്ടമിച്ചിറയിലാണ് അജ്ഞാത ജീവി ആടിനെ കടിച്ചുകൊന്നത്. വെള്ളാനി ആനയുടെ വീട്ടിലെ 4 ആടിനെയാണ് ഇന്ന് പുലർച്ചെ അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. 2 മാസം മുൻപ് മാള അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ വീട്ടിൽ ഗോപിയുടെ വീട്ടിലെ 6 ആടുകളെ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇത് എൻ്റെ അനിയൻ്റെ വീടാണ്. വെള്ളാനി ജോസഫ് എന്നാണ് അപ്പൻ്റെ പേര്. അവർ താഴെ മകനുണ്ട് വീടുന്നത്. ഞാൻ അവരുടെ ചേട്ടനാണ്. ഇവിടെ അവർ രണ്ടുപേരും സംസാരിക്കില്ല, ചെവിയും കേൾക്കില്ല അവർക്ക്. ഇന്നലെ രാത്രി ഇവിടെ 4 ആടിനെ ഇവിടെ എന്തോ ജീവി വന്ന് കടിച്ചു കൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ സംസാരിക്കാത്ത, ചെവിയും കേൾക്കാത്ത തന്നെ അവർക്കൊന്നും അറിയില്ലായിരുന്നു ഇത് എന്തിട്ട് സംഭവിച്ചത്. കാലത്ത് എനിക്ക് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. 4 ആടുകളെ കൊന്നിട്ടിരിക്കണം. കൂട് പൊളിച്ച് 4 ആടുകളെ കൊന്നിട്ട് കണ്ടത്. പിന്നെ അപ്പുറത്തും കൂടുതൽ ആടുകളുണ്ടായിരുന്നു. അറ്റങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇവർ ഈ ആടുകൾ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ഇവരൊരു ജീവിതം മാർഗണത്. ഇതിനെന്തെങ്കിലും ഒരു ചാലക്കുടി മർച്ചന്റ്സ് യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് നടത്തി. യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സെന്റ് ജെയിംസ് ആശുപത്രി ഡയറക്ടർ ഫാദർ ആൻഡ്രു ആലപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് സെക്രട്ടറി ബിനു TB സ്വാഗതവും ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ നന്ദിയും അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷററും ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടൻ ആമുഖ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി, ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ, ചന്ദ്രൻ കൊളത്താപ്പള്ളി, ഡേവിസ് MD, ഗോവിന്ദൻകുട്ടി NA, ഡേവിസ് വെളിയത്ത്, റെയ്സൺ ആലുക്ക, ബിജു മാളക്കാരൻ, ആന്റോ മേനാച്ചേരി, ആന്റോ എരിഞ്ഞേരി, ബഷീർ ET, വനിതാ വിംഗ് ജില്ലാ ട്രഷറർ ഷൈന ജോർജ്, വനിതാ വിംഗ് പ്രസിഡന്റ് സിന്ധു ബാബു, സെക്രട്ടറി നീബ രാജേഷ്, ട്രഷറർ സിനി സന്തോഷ് എന്നിവർ സംസാരിച്ചു. ബന്ധം ഒരു രക്തബന്ധം കൂടിയായി മാറുകയാണ്. ഒന്നുകൂടി അരക്കെട്ടുറപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. രക്തം ദാനം ചെയ്യുന്നതിലൂടെ ജീവൻ രക്ഷിക്കുന്നു എന്നുള്ള മഹത്തായ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യും. 50 പേരോളം ഇന്ന് ബ്ലഡ് കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, രക്തദാനം ജീവദാനം, ജീവദാനം മഹാദാനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചാലക്കുടി സെന്റ് ജെയിംസും ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു നാണയത്തിന്റെ ഒരു ഇരുവശമാണ്. റൈസം പറഞ്ഞോണം, അച്ഛനെ വിളിക്കാത്ത ദിവസം ഒരു ദിവസം ചിലപ്പോൾ 2 പ്രാവശ്യം വിളിക്കും 2 ആൾക്ക്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,320 രൂപ, പവന് 74,560 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. മുപ്ലിയത്ത് പിടികൂടിയത് മ്ലാവിറച്ചി അല്ലെന്ന് തെളിഞ്ഞു. ചുമട്ടുതൊഴിലാളി ജയിലിൽ കിടന്നത് 35 ദിവസം. ലോകത്തിന് മുന്നിൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന അഭിമാനകരമായ മാതൃകകളിൽ ഏറ്റവും വിശിഷ്ടമായ ഒന്നായി കുടുംബശ്രീ മാറിയിരിക്കുന്നുവെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കൊടകര മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊടകര ജനമൈത്രി പോലീസിന് പഠനോപകരണങ്ങൾ കൈമാറി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PK കുഞ്ചച്ചൻ ദിനാചരണം നടത്തി. മാളയിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.